അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ആസ്വാദനം, വിമർശനം, നിരൂപണം എന്നൊരു സെഷൻ ഡോക്ടർ CP ചിത്രഭാനു സാറ്, റിട്ടയർഡ് പ്രൊഫസർ, പട്ടാമ്പി സംസ്കൃത കോളേജ്, അതേപോലെ കേരളത്തിന്റെ എഴുത്തുകാരൻ, കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറ സാന്നിധ്യമായ ചിത്രഭാനു സാറിനെ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ വിഷയം അവതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. സ്നേഹിതന്മാരെ, നാം വിചാരിച്ചതിലും അല്പം വൈകിയാണ് ഈ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ആദരണീയനായ ശ്രീ ജയകുമാറിൻ്റെ നല്ല ഒരു ക്ലാസ് നിങ്ങളോടൊപ്പം ഇരുന്ന് കേൾക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും എനിക്ക് അവസരം ലഭിച്ചു. യഥാർത്ഥത്തിൽ അതിലാണ് ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. ഔപചാരികതകളൊന്നുമില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങളെല്ലാവരും ഭാഷ പഠിപ്പിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ഭാഗമായി സാഹിത്യത്തിലേക്ക് പല രൂപത്തിലായി കടന്നു ചെല്ലുന്നവരുമാണ്. ഈ സന്ദർഭത്തിൽ ആസ്വാദനത്തെക്കുറിച്ചും നിരൂപണത്തെക്കുറിച്ചും വിമർശനത്തെക്കുറിച്ചും സാമാന്യമായ ഒരു ധാരണയുണ്ടാക്കിയെടുക്കുന്നതിനാണ് ഈ വിഷയം നിങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കരുതുന്നു. കലയെക്കുറിച്ചുള്ള ഏത് പരിചിന്തനത്തിനും കടന്നു വരുന്ന ഒരു വാക്കാണ് കലാവിമർശനം. ഈ സദസ്സിൽ അധ്യാപകർ മാത്രമല്ല, കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് എന്നെനിക്കറിയാം. വ്യത്യസ്ത മേഖലകളിൽപ്പെട്ട ആളുകളാണ്, വ്യത്യസ്ത നിലവാരത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ കഴിയുന്ന വിധത്തിലാണ് വിഷയം അവതരിപ്പിക്കുന്നതിന് ഞാൻ ശ്രദ്ധിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കലയാണോ വിമർശനമാണോ ആദ്യമുണ്ടായത് എന്നതാണ്. കലാകാരൻ തന്നെ സ്വയം ഒരാസ്വാദകനാണ്, നിരൂപകനാണ്, വിമർശകനാണ്. ഒരാളുടെ മനസ്സിൽ ആദ്യമായി ഒരാശയം രൂപം കൊള്ളുമ്പോഴാണ് ആ ആശയത്തിന് പിന്നീട് തൻ്റെ മാധ്യമത്തിലൂടെ സ്പഷ്ടീകരിക്കുന്നതിന്, പുറത്തെടുക്കുന്നതിന് അയാൾ ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് എങ്ങനെയാണോ ആരംഭിച്ചത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ചായിരിക്കും അതിൻ്റെ അവസാനത്തിൽ അയാൾ എത്തിച്ചേരുന്നത്. എഴുതിയ വരികൾ വെട്ടിക്കളഞ്ഞ കവികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹത്തെപ്പോലും ചിലപ്പോൾ ഉള്ളിലൊതുക്കി തൻ്റെ കലയ്ക്ക് പ്രാധാന്യം നൽകി എന്ന് വരാം. ഒരു ശില്പി വളരെ നേരം തൻ്റെ മാധ്യമമായിരിക്കുന്ന ശിലയിൽ നോക്കിയിരുന്നു കൊണ്ടാണ് അതിൽ നിന്ന് എന്തൊക്കെ തട്ടിക്കിഴിച്ചൊഴിവാക്കണം എന്ന് തീരുമാനിക്കുന്നത്. പിന്നീട് പശ്ചാത്തപിക്കാൻ ഒരിക്കലും ഇടവരരുത്. സാഹിത്യത്തെക്കുറിച്ചൊരു വാക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. പക്ഷെ ഒരു ശിലയിൽ നിന്ന് ഒരു ചെറിയ ഭാഗം വിട്ടുപോയാൽ ആ ശില്പം പിന്നീട് അപൂർണമായല്ലോ എന്ന് ഖേദിക്കേണ്ടതായി വരും. ഒരു ചിത്രകാരൻ താൻ വരയ്ക്കാൻ പോകുന്ന ചിത്രത്തെ ആദ്യം മനസ്സിൽ വരച്ചു വെക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. അതിനെ പുറത്തേക്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ താൻ ആഗ്രഹിച്ച മേഖലകളിൽ എത്രത്തോളം തൻ്റെ വർണ്ണമോ വരകളോ എത്തിച്ചേർന്നു എന്നതിനെക്കുറിച്ച് അല്പം വിട്ടുനിന്ന് നോക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഒരു ആസ്വാദകൻ, നിരൂപകൻ, വിമർശകൻ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഒരു കലാകാരൻ പിറവി കൊള്ളുന്നത് എന്ന കാര്യം ഓർക്കുക. നാം തെറ്റിദ്ധരിക്കാറുണ്ട്. കലാകാരൻ്റെ ശത്രുവാണ് വിമർശകൻ. അവനെ ഇല്ലാതാക്കാൻ, അവനെ നശിപ്പിച്ചു കളയാൻ, അവനെ മുച്ചൂട് മുടിക്കാൻ വേണ്ടി പിറവി കൊണ്ടവനാണ് യഥാർത്ഥത്തിൽ വിമർശകൻ എന്ന് തെറ്റിദ്ധരിക്കും. വിമർശകനാണ് യഥാർത്ഥത്തിൽ ഒരു കലാകാരൻ്റെ മനസ്സിനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നത്, പലപ്പോഴും കൂടുതൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്. ചിന്തയിൽ കടന്നു വരുന്ന ഈ 3 വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആസ്വാദകൻ എന്ന വാക്ക് നമുക്കറിയാം, നാം എല്ലാവരും ആസ്വാദകരാണ്. നിങ്ങൾ ഒരു കവി എന്ന നിലയ്ക്കോ കലാകാരൻ എന്ന നിലയ്ക്കോ ഒക്കെ ആളുകൾ പരിചയപ്പെടുത്തുമ്പോൾ വിനയം കൊണ്ട് നിങ്ങൾ പറഞ്ഞു പോകും, ഞാനൊരു സാധാരണ ആസ്വാദകൻ മാത്രമാണ്.
ഒരു കാര്യം ആസ്വദിക്കുന്നത് എങ്ങനെ എന്ന് വിട്ടുനിന്ന് കൗതുകത്തോടെ നാം നോക്കിക്കാണാറുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെ ഉള്ളിലേക്ക് എടുക്കുക എന്നതാണ് എല്ലാ കലയുടെയും സ്വഭാവം എന്ന കാര്യം നാം ഓർക്കുക. ഭക്ഷണം കഴിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് വിട്ടുനിന്ന് നോക്കൂ. ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കാണാം. തൻ്റെ രസമുകുളങ്ങളെ ഓരോ ഭക്ഷ്യവസ്തുക്കളും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കിയാൽ, അയാൾ രുചിച്ച് ഭക്ഷണം കഴിക്കുന്നത് നോക്കിയാൽ നാം അത്ഭുതപ്പെടും. ഒരിക്കലും തനിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന ആളുകളെയും നാം വിട്ടുനിന്ന് നോക്കിയാൽ അവരുടെ മുഖഭാവങ്ങളിൽ ആ അർത്ഥത്തിൽ ആ വലിയ രൂപത്തിലുള്ള വേറിട്ട് നിൽക്കൽ നമുക്ക് കാണാം. ഇങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ആസ്വാദനം എന്ന് പറയുന്നത്. അത് അയാൾ നൈസർഗികമായി തന്നെ ഉണ്ട്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭാഷയോ അർത്ഥമോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകില്ല. എന്നാലും ഒന്ന് കേട്ടു നിൽക്കാൻ തോന്നിപ്പോകുന്ന അവസ്ഥ. ആ കല ആസ്വദിക്കുന്നു ഞാൻ എന്ന് അയാൾ പോലും അറിയുന്നില്ല. അയാൾ അറിയാതെ തന്നെ ആ കലാലോകത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉദാഹരണമായി സമീപകാലത്ത് നമ്മളെയെല്ലാം ആകർഷിച്ച ഒരു സന്ദർഭമുണ്ട്. മെഡിക്കൽ ബിരുദധാരികളായ 2 കുട്ടികൾ റസ്പുട്ടിനെ കുറിച്ചുള്ള ഒരു പോപ്പ് ഗീതത്തിനനുസൃതമായി നൃത്തം വയ്ക്കുന്ന സന്ദർഭം. ആ പാട്ടിൻ്റെ ശബ്ദവും മുഴക്കവും കുട്ടികളുടെ ചടുല ചലനങ്ങളുമെല്ലാം ആ പാട്ടിൻ്റെ ചരിത്രം അറിയാത്ത ആളുകൾ പോലും അല്പനേരം നോക്കി നിൽക്കും എന്ന കാര്യം നാം ഓർക്കുക. സോവിയറ്റ് യൂണിയനിലെ നാടോടി കഥകളിലുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ വിരുദൻ ശങ്കുവിനെ പോലെ ഓരോ കേന്ദ്രങ്ങളിൽ ചെന്ന് പറ്റിച്ച് സ്ത്രീകളെ വശത്താക്കി ജീവിച്ച ഒരു കഥാപാത്രമാണ് റസ്പുട്ടിൻ എന്ന് എത്ര ആൾക്കറിയാം? ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. സെക്കൻഡ് നേരം നിലനിൽക്കുന്ന ആ ചിത്രം കൺമുന്നിലൂടെ മറഞ്ഞു പോകുമ്പോൾ ഒരാസ്വാദകൻ അറിയാതെ തന്നെ അത് നോക്കി നിന്നു പോകും. ശില്പകലയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത ആളുകൾ കാനായി കുഞ്ഞിരാമന്റെ ഒരു ശില്പത്തിന്റെ ചുറ്റും നടക്കുന്ന കാഴ്ച നാം നോക്കുക. ഒരു കൗതുക വസ്തുവിനെ കാണുന്നത് പോലെ മാത്രമേ അവരതിനെ കണക്കാക്കുന്നുള്ളൂ. പക്ഷേ തനിക്ക് ചെയ്യാൻ കഴിയാത്തതും താൻ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം ഈ ശില്പി പൂർത്തിയാക്കിയിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ആസ്വാദനം എന്ന് പറയുന്നത് നൈസർഗികമായ ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന, ഇന്ദ്രിയങ്ങൾക്ക് വലിയ പ്രയാസമില്ലെങ്കിൽ കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും ഒക്കെ കഴിവുള്ളയാളാണ് എങ്കിൽ അയാളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു രുചിഭേദമാണ് എന്ന കാര്യം ഓർക്കുക. കുട്ടികളോട് നിങ്ങളൊരു ആസ്വാദന കുറിപ്പ് എഴുതാൻ പറയുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അയാൾ പറയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭക്ഷണം കഴിക്കുന്നയാളോട് എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം എന്ന ചോദ്യത്തിന് ചില ആളുകൾ വളരെ വികലമായ ഒരു മറുപടി പറയും. പക്ഷെ രുചിച്ച് ഭക്ഷണം കഴിച്ചയാളാകട്ടെ അതിൻ്റെ ഗുണവും ന്യൂനതയും ഒക്കെ ചൂണ്ടിക്കാണിച്ചു പറയും. ഇങ്ങനെ പല രൂപത്തിലായി തന്നെ ആകർഷിച്ചതും തനിക്ക് അലിഞ്ഞു ചേരാൻ കഴിഞ്ഞതുമായ കാര്യത്തെക്കുറിച്ച് തനിക്കുള്ള ധാരണകൾ പറഞ്ഞു വെക്കുക മാത്രമാണ് ആസ്വാദനക്കുറിപ്പിൽ ചെയ്യുന്നത്. വായനാനുഭവം എന്ന മറ്റൊരു മേഖലയിലേക്കും കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭാഷാധ്യാപകർ ശ്രമിക്കാറുണ്ട്. വായന തൻ്റെ ജീവിതത്തിലെ സമാനമായ ഒരു സന്ദർഭത്തെ സ്പർശിച്ചിട്ടുണ്ടോ എന്നതാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ മറുപടിയായി പ്രതീക്ഷിക്കുന്നത്. കുട്ടിക്ക് വായിക്കാൻ കൊടുത്ത കാര്യം അല്ലെങ്കിൽ കുട്ടി തിരഞ്ഞെടുത്ത കാര്യമാകട്ടെ ഏതർത്ഥത്തിലാണ് അനുഭവപ്പെട്ടത് എന്ന് എഴുതി വെക്കുക മാത്രമാണ് ആ സന്ദർഭത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആസ്വാദകൻ എന്ന് പറയുന്നത് ഒരു സാമാന്യ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായും കടന്നു പോകുന്നതാണ്. തെരുവിലൊരു പാട്ട് കേൾക്കുമ്പോൾ, നിങ്ങൾക്കറിയില്ലെങ്കിലും കഥകളിയുടെ ഒരു വാദ്യം കേൾക്കുമ്പോൾ,
ഒക്കെ സ്വാഭാവികമായി മനസ്സിലുണ്ടാകുന്ന കാര്യത്തെയാണ് ആസ്വാദനത്തിൽ നാം ഉൾപ്പെടുത്തുന്നത്. എന്നാൽ നിരൂപണം എന്ന് പറയുന്നത് എന്താണ്? നിരൂപണം എന്ന് പറയുന്നത് ഒരു വിമർശന കലയുടെ ഭാഗമായി കടന്നു വരുന്നതാണ്. ഞാൻ വായിച്ച ഒരു കൃതി, അല്ലെങ്കിൽ കണ്ട ഒരു നൃത്തം, അനുഭവിച്ച ഒരു വാദ്യം, ഇതിനെയെല്ലാം മറ്റൊരാളെ കൂടി ഉൾക്കൊള്ളുമാറ് പരിചയപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കലാണ് നിരൂപണം. ഉദാഹരണമായി, എനിക്കൊരു കഥ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ട കഥയിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ വ്യത്യസ്തമായ രചന സ്വഭാവം എന്താണ്, സമാനമായി അത്തരം കഥകൾ എന്നെ എങ്ങനെയാണ് ആകർഷിക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്തത്, ഇതെല്ലാം വിശദീകരിക്കുന്ന ഒരു സന്ദർഭത്തെയാണ് നിരൂപണത്തിൽ നാം ഉൾപ്പെടുത്തുന്നത്. അത് വിമർശനമല്ലേ എന്ന ചോദ്യത്തിലേക്ക് പിന്നീട് നമുക്ക് കടന്നു വരാം. എന്നാൽ നിരൂപകൻ താൻ കണ്ട, കേട്ട, വായിച്ച ഒരു കാര്യത്തെ സമാനമായ തൻ്റെ ഒരു അനുഭവവുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കും. അവിടെ താരതമ്യത്തിനാണ് പ്രാധാന്യം. നമുക്കറിയാം, സാഹിത്യം, കല തുടങ്ങിയ ഏത് കാര്യത്തെയും ശൂന്യതയിൽ നിന്നല്ല നാം ആസ്വദിക്കുന്നത്. പൂർവാർജിതമായ ഒരനുഭവവും തുടർച്ചയായ ആസ്വാദന രീതിയും കൂടിച്ചേർന്നതാണ് ഏതൊരു വായനക്കാരൻ്റെയും സഹൃദയൻ്റെയും മനസ്സിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വായിക്കാനോ കാണാനോ കേൾക്കാനോ ഒക്കെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിരൂപകൻ താൻ വായിച്ച ഒരു കൃതിയെ അല്ലെങ്കിൽ കേട്ട ഒരു ഗാനത്തെ അതിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവതരിപ്പിക്കലാണ് നിരൂപണം എന്ന് പറയുന്നത്. ഇതിൽ വ്യക്തിപരമായ പക്ഷപാതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ജയകുമാർ സാറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ഒരു വാചകം ശ്രദ്ധിച്ചിരിക്കും. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളിൽ ടാഗോറിൻ്റെ മിസ്റ്റിസിസത്തിൻ്റെ സ്വാധീനം എങ്ങനെയുണ്ട് ഒരു ഭാഷാധ്യാപകൻ അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ അന്വേഷിക്കാൻ നിങ്ങൾ മുതിരുമ്പോൾ നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു കൃതി പ്രൊഫസർ സുകുമാർ അഴീക്കോടിൻ്റെ ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന കൃതിയാണ്. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന ശീർഷകം തന്നെ യഥാർത്ഥത്തിൽ നിരൂപകന ആയിരിക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം, പറഞ്ഞ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്കുള്ള ഒരു ശീർഷകം തന്നെയാണ് ആ പുസ്തകത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്നോർക്കുക. പലപ്പോഴും നിരൂപകന് വലിയ രാജ്യഭാരങ്ങളുണ്ട് എന്ന ഒരു ചിന്ത മനസ്സിലുണ്ട്. അത്തരത്തിലൊരു പുസ്തകമുണ്ട്, M.R. ചന്ദ്രശേഖരൻ എഴുതിയ നിരൂപകന്റെ രാജ്യഭാരം എന്ന ആ പുസ്തകം. യഥാർത്ഥത്തിൽ നിരൂപകൻ സഹൃദയനെ കൃതിയുമായി അടുപ്പിക്കുന്ന ഒരു മധ്യവർത്തിയാണ്, തനിക്ക് വലിയ ചുമതലകളുണ്ട് എന്ന് മനസ്സിൽ കരുതുന്നവരാണ്. വായനക്കാർ പല രൂപത്തിലുണ്ട്. യഥാർത്ഥത്തിൽ എഴുത്തുകാരനോടൊപ്പം എത്തിച്ചേരുന്ന വായനക്കാരുണ്ട്, എഴുത്തുകാരൻ്റെ അത്രത്തോളം ഉയരാൻ കഴിയാത്ത വായനക്കാരുണ്ട്. ഈ എഴുത്തുകാരനും വായനക്കാരനും ഇടയിൽ ഒരു മധ്യവർത്തിയായി വർത്തിക്കുന്ന ഒരാളാണ് നിരൂപകൻ എന്ന ഒരു ധാരണ അയാൾ സ്വയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിരൂപണത്തിന് പലതരത്തിലുള്ള തലങ്ങളുണ്ട് എന്ന കാര്യവും നാം ഓർക്കണം. സാമാന്യേന കൃതിയെ അല്ലെങ്കിൽ കലയെ പരിചയപ്പെടുത്തി അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ വിശദീകരിച്ച് വായനക്കാരനെ കൂട്ടിക്കൊണ്ടു പോവുക എന്നതാണ് ഒരു നിരൂപകൻ സാമാന്യമായി സാധിക്കുന്നത്. നാം സാഹിത്യത്തെക്കുറിച്ച് മാത്രം ഇനിയുള്ള വാക്കുകൾ പരിമിതപ്പെടുത്തുക. കലയെക്കുറിച്ച് ആകെ പറയേണ്ടതാണ് ഈ വാക്കുകൾ എന്നെനിക്കറിയാം. പക്ഷെ തൽക്കാലം നാം ഭാഷാധ്യാപകരാകെ ആ അർത്ഥത്തിൽ വായനയെക്കുറിച്ച്, സാഹിത്യകൃതിയെക്കുറിച്ചാണ് കൂടുതൽ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിരൂപകന് ഒരു കൃതിയെക്കുറിച്ച് നടത്തുന്ന ഏതൊരു പഠനത്തിലും പ്രധാനപ്പെട്ട 4 മേഖലകളെ സ്പർശിക്കേണ്ടതായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല.
ഒന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച താരതമ്യം എന്ന് പറയുന്നതാണ്. താരതമ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ട്. അനാട്ടമി കമ്പാരിസൺ എന്ന് പറയുന്നത് നാം ഒരു വൈദ്യവിദ്യാർത്ഥിയായി കടന്നു ചെന്നാൽ സ്വാഭാവികമായും മനുഷ്യ ശരീരത്തെ പരസ്പരം താരതമ്യം ചെയ്യുന്നു. രോഗനിലവാരത്തെ താരതമ്യം ചെയ്യുന്നതും ഒരു ശരാശരി നിശ്ചയിക്കുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ നിരൂപണ രീതിയുടെ ഭാഗമായിട്ടാണ്. സാഹിത്യകൃതികളിലും അപ്രകാരം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഴീക്കോട് മാഷ്ട ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറയുന്ന കൃതി ശങ്കരക്കുറുപ്പിനെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ശങ്കരക്കുറുപ്പിന്റെ കൃതി വിമർശിക്കപ്പെടുന്നതായി മാറുന്നത് എന്ന് മറ്റ് താരതമ്യങ്ങളിലൂടെ വിശദീകരിക്കുന്നതിന് എഴുത്തുകാരൻ ശ്രമിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നിരൂപണം എന്ന് പറയുന്നത് താരതമ്യത്തിൻ്റെതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ മേഖല, ഒരു കൃതിയെ സമഗ്രമായി പഠിക്കാൻ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കണം എന്ന സാധ്യത മാത്രമാണ് നിരൂപകൻ തുറന്നു വെക്കുന്നത്. നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം, പക്ഷെ നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പുമല്ല, മറിച്ച് ഇന്ന വഴികളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഈ കൃതിയിൽ എത്തിച്ചേരാം എന്ന് നിരൂപകൻ ചൂണ്ടിക്കാണിക്കും. ഉദാഹരണമായി വെള്ളത്തോൾ ദേശീയതയുടെ കവി. വെള്ളത്തോൾ ദേശീയതയുടെ മാത്രമല്ല, അനവധി കാര്യങ്ങളെ വിശദീകരിച്ച കവിയാണ്. പക്ഷെ ആ കവിതകളിൽ കാണുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യവും ദേശീയ പോരാട്ടങ്ങൾക്ക് ആവേശം പകർന്ന വസ്തുതകളും ഒക്കെ മുൻനിർത്തി വെള്ളത്തോളിന് ഒരു നിരൂപകൻ അപ്രകാരത്തിൽ പരിചയപ്പെടുത്തും. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾക്ക് അത്തരം ഒരു സാധ്യതയുമുണ്ട് എന്ന് മാത്രമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ ഈ മേഖല യഥാർത്ഥത്തിൽ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടും. ഒരു കൃതിയെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ കൃതിയെ മനസ്സിലാക്കുന്നതിന് സഹായക ഗ്രന്ഥങ്ങൾ എന്ന രൂപത്തിലാണ് നിരൂപക കൃതികളെ ആളുകൾ സൂചിപ്പിക്കാറുള്ളത്. നിരൂപണത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് അതിനകത്ത് കൃതിയുടെ ഏതെങ്കിലും ഒരു സവിശേഷ രീതിയെ, അതിൻ്റെ ശൈലിയെക്കുറിച്ച്, വാക്യഘടനകളെക്കുറിച്ച്, ഒരു എഴുത്തുകാരൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന സന്ദർഭമാണ്. ഇത് വായനക്കാരന് സഹായം ചെയ്യുന്ന ഒരു കാര്യവുമാണ്. ഉദാഹരണമായി പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ പ്രതിപാത്രം ഭാഷണഭേദം എന്ന് പറയുന്ന ഒരു കൃതി എടുക്കുക. സി വി രാമൻപിള്ള എന്ന് പറയുന്ന എഴുത്തുകാരനെ വേണ്ടത്ര പരിചയപ്പെടാനോ തിരുവിതാംകൂറിലെ ഭാഷാശൈലിയെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാനോ കഴിയാതെ പോയ ഒരാൾക്ക് സി വിയുടെ നോവലുകളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കൈപ്പുസ്തകമായി ആ നിരൂപണ ഗ്രന്ഥത്തെ എടുക്കാം. ഓരോ കഥാപാത്രത്തിൻ്റെയും വ്യത്യസ്തമായ സംസാര രീതി, തിരുവിതാംകൂറിലെ ആചാരഭാഷ, ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് അത് സ്വഭാവഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മെ സഹായിക്കും. അഴീക്കോട് മാഷ്ട ആശാന്റെ സീതാകാവ്യം എന്ന പുസ്തകം, ആശാന്റെ സീതാകാവ്യം എങ്ങനെ ആസ്വദിക്കണം, അതിൻ്റെ വ്യത്യസ്തമായ 4 തലങ്ങൾ എന്തെല്ലാമാണ്, ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഭാഷാ വിദ്യാർത്ഥിക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് നിരൂപണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സാഹിത്യ പഠനത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്ന ഒരു സഹായ മേഖലയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, നിരൂപകനെ പൂർണ്ണമായും ഒരിക്കലും നാം വിശ്വാസത്തിലെടുക്കരുത്. എഴുത്തുകാരനെ തന്നെ വിശ്വാസത്തിലെടുക്കരുത്. ഞാൻ ഒരു സൗന്ദര്യാത്മക കവി മാത്രമാണ് എന്ന് വൈലോപ്പിള്ളിയെ പോലെ ഒരാൾ പറഞ്ഞു വെക്കും. അത് മാത്രമാണ് എന്ന് നാം തെറ്റിദ്ധരിച്ചാൽ വൈലോപ്പിള്ളി കവിതയിലേക്ക് പൂർണ്ണമായും നമുക്ക് കടക്കാൻ സാധിക്കുകയില്ല. ഈ ഘട്ടത്തിൽ നിന്നുള്ള വലുപ്പമാണ് വിമർശനം എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. സാഹിത്യ വിമർശനം, കലാവിമർശനം എന്നെല്ലാം പറയുന്നത്
ആദ്യമേ മനസ്സിലാക്കുക, കലയെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകളിൽ ഒന്നാണ്. ആ മേഖല നാം ആദ്യമേ മനസ്സിൽ കരുതണം. എഴുത്തുകാരൻ്റെ ശത്രുവാണ് വിമർശകൻ, കലാകാരൻ്റെ ശത്രുവാണ് വിമർശകൻ എന്നൊരിക്കലും നാം തെറ്റിദ്ധരിക്കരുത്. എഴുത്തുകാരൻ പൂർത്തീകരിക്കാത്ത കാര്യങ്ങളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധ്യതയുണ്ടായിട്ടും കണ്ടെത്താത്ത മേഖലകളെ അതിൻ്റെ സ്വഭാവ രീതിക്കനുസരിച്ച് വിശദീകരിക്കുക എന്നതാണ് സാഹിത്യ വിമർശനത്തിൻ്റെ മേഖല. സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് മറ്റെല്ലാറ്റിനുമുണ്ട്. കലാവിമർശനം, അതുപോലെ തന്നെ ശില്പകലയെ മുൻനിർത്തിയുള്ള വിമർശനം, വാദ്യകലയെ മുൻനിർത്തിയുള്ള വിമർശനം, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. എല്ലാം പറയുന്നതിന് നമുക്ക് സമയക്കുറവുണ്ട്. ഇവിടെ സവിശേഷമായി നാം സാഹിത്യത്തെയാണ് പ്രതിപാദിക്കുന്നത്. സാഹിത്യ വിമർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എഴുത്തുകാരനെ അവൻ്റെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക എന്നതാണ്. എഴുത്തുകാരൻ ഔദ്ധത്യത്തോടെ പറയും, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെതായ രീതിയിൽ എഴുതും, എനിക്കിഷ്ടമുള്ളതിനെക്കുറിച്ച് ഞാൻ പറയും. കേശവദേവൊക്കെ ആ പ്രകാരത്തിൽ പറഞ്ഞ ഒരു എഴുത്തുകാരനുമാണ്. ആരുടെയും പിൻബലം എനിക്ക് ആവശ്യമില്ല. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതകളെ നിശിതമായി വിമർശിച്ച എം.എൻ. വിജയൻ മാഷോട് വൈലോപ്പിള്ളി പറഞ്ഞു, ഒരു കവിതയിലൂടെ തന്നെ മറുപടി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ വിമർശനത്തിനോട് യോജിപ്പില്ല, താല്പര്യമില്ല. അങ്ങനെ എഴുത്തുകാരൻ പറയുമ്പോഴും തൻ്റെതായ ഒരു ബാധ്യത നിർവഹിക്കുന്നയാളാണ് വിമർശനം. വിമർശനം എന്ന് പറയുന്നത് വിശേഷേണയുള്ള പഠനവും അതിൽ കുറവുള്ളതെന്ത് എന്ന് ചൂണ്ടിക്കാണിക്കലുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിമർശനം രണ്ട് തരത്തിലുണ്ട്. ഖണ്ഡന വിമർശനമെന്നും മണ്ഡന വിമർശനമെന്നും പറയും. പ്രായേണ ദരിദ്രമായ ഒരു ഭാഷയിൽ സാഹിത്യകൃതികൾ ഉണ്ടാകുന്ന സമയത്ത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന ചില കാര്യങ്ങളുണ്ട്. ന്യൂനതകളൊന്നും ചൂണ്ടിക്കാണിക്കാതെ നല്ല കൃതിയാണ്, ഇയാൾ വളർന്നു വരട്ടെ എന്നൊക്കെ മംഗളപത്രം സമർപ്പിക്കുന്ന വിമർശകന്മാരുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ അത് ആവശ്യവുമായിരിക്കാം. പക്ഷേ സാഹിത്യ വിമർശനത്തിൽ പല രൂപത്തിലുള്ള കുറവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ കൃത്യത പൂർത്തീകരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇവിടെ ഈ മൂന്ന് കാര്യത്തെയും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭത്തെ ഞാൻ വിശദീകരിക്കും. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കാക്ക എന്ന് പറയുന്ന കവിത ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മനസ്സിലാക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് സാമാന്യ ധാരണ നമുക്കുണ്ട്. വീടിന്റെ പരിസരത്ത് രാവിലെ എത്തുന്ന കാക്കയെ ഉമ്മറത്തിരിക്കുന്ന ഒരു കവി കാണുകയും ആ കാക്കയുടെ സവിശേഷതകളിലേക്ക് സൂക്ഷ്മതയോടെ കടന്നു ചെല്ലുകയും ചെയ്യുന്നു എന്നതാണ് ആ കവിതയുടെ പ്രത്യേകത. കാക്കയോട് ഓരോരുത്തർക്കുമുള്ള മനോഭാവം എന്ത് എന്ന് വിശദീകരിക്കുകയും ചെയ്യും. പക്ഷേ കോളേജ് തലത്തിലെത്തുന്ന ഒരു കുട്ടിയെ നിങ്ങൾ അത് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുമ്പോൾ എന്താണ്, കാക്ക യഥാർത്ഥത്തിൽ പക്ഷി സമൂഹത്തിൽ കവികൾ പാടിയ ഒരു പക്ഷിയായിരുന്നില്ല. കുയിലിനെ കുറിച്ചോ മയിലിനെ കുറിച്ചോ ഒക്കെ പാടുന്നത് പോലെ കാക്കയെക്കുറിച്ച് അധികം ആളുകൾ പറയാൻ ഒരു കാലത്തും തയ്യാറായിരുന്നില്ല. കറുപ്പിനെ കുറിച്ച്, കാക്കയെക്കുറിച്ച്, കറുത്തവന്റെ സ്വരത്തെക്കുറിച്ച്, ആ ശബ്ദത്തിലെ പാരുഷ്യത്തെക്കുറിച്ച് ഒക്കെ എങ്ങനെയാണ് കാക്ക പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കാക്ക എന്ന കവിത 10ാം ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്നും ഉയർന്ന തലത്തിൽ എങ്ങനെയാണ് താൻ ബിരുദ ക്ലാസ്സിൽ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യേണ്ടത് എന്ന് കുട്ടിയും അധ്യാപകനും മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ആസ്വാദനത്തിൽ നിന്ന് അത് നിരൂപണത്തിലേക്ക് വികസിക്കും. കാക്കയെക്കുറിച്ച് ഇത്തരത്തിലുള്ളൊരു വികാസം സംഭവിക്കുന്നത് അറിയാതെ തന്നെ
കുട്ടി ആ കവിതയുടെ ലോകത്തിൽ പുതിയ പുതിയ അർത്ഥതലങ്ങൾ കണ്ടുവയ്ക്കും. എന്നാൽ ഒന്നുകൂടി കയറി ചെല്ലുമ്പോഴോ കാക്ക മനുഷ്യ ജീവിതത്തിന്റെ പ്രതീകമാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാൾ. സ്വാതന്ത്ര്യം എന്ന വാക്ക് നമുക്കറിയാം, ക്രമേണ ക്രമേണ മാനവരാശിയിലേക്ക് കടന്നു വന്ന ഒരു ബോധമാണ്. അത്തരത്തിലുള്ള ഒരു ബോധം 20-ാം നൂറ്റാണ്ടിലെ കറുത്ത വർഗക്കാരുടെ സമര പോരാട്ടങ്ങളുടെ ആകത്തുകയാണ്. അപ്പോൾ ആ കവിത വ്യത്യസ്തമായ തലത്തിലേക്ക് വികസിക്കുന്നു. പക്ഷെ അത് എഴുതി തീർക്കുന്ന സമയത്ത് വൈലോപ്പിള്ളി അറിയാതെ ചോദിച്ചു പോയി. കാക്കയെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞു, കാക്കണം സ്വാതന്ത്ര്യം എന്നറിവോൾ എന്ന് പറയുകയും ചെയ്തു. പക്ഷെ താമസപിണ്ഡത്തിനുള്ളിൽ ഇത്തരത്തിലുള്ളൊരു താമര നൂല് ആരാണ് ഒളിപ്പിച്ചു വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ അറിയാതെ തന്നെ ആ കവിയുടെ മനസ്സിൽ ഒരു കൊളോണിയൽ ബോധം ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയും. അപ്പോൾ ഒരേ കവിത ആസ്വാദകൻ എങ്ങനെ വായിക്കുന്നു, നിരൂപകൻ എങ്ങനെ വിലയിരുത്തുന്നു, വിമർശകൻ എങ്ങനെ കവിയോടൊരു ചോദ്യം ചോദിക്കുന്നു എന്ന കാര്യം നോക്ക്. ഏത് കുഞ്ഞുകുട്ടിക്കും മാമ്പഴം എന്ന കവിത ആസ്വാദ്യമാണ്. കുട്ടികൾ കരയുന്ന കാലത്തെക്കുറിച്ച് നമുക്കറിയാം. ആ കുട്ടി ക്രമേണ വളർന്നു വലുതായി ആ കവിതയെ ആസ്വദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കവിതയുടെ ന്യൂനതയെക്കുറിച്ച് മനസ്സിലാക്കും. പക്ഷേ എം.എൻ. വിജയൻ മാമ്പഴം എന്ന ഒരു ലേഖനം എഴുതുമ്പോഴാണ് ആ കവിതയ്ക്കകത്ത് വൈലോപ്പിള്ളിയുടെ മനസ്സിൽ അറിയാത്ത ചില രോഗാതുരമായ കാമബോധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയും. അങ്ങനെ ഒരു കവിയെ കണ്ടെത്തി അയാളുടെ ചെറിയ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് അതിനെ വിശദീകരിക്കുക എന്നതാണ് വിമർശകന്റെ ദൗത്യം. കവിക്ക് കലാകാരനത് സഹിക്കാൻ കഴിയുന്നതാവില്ല. മാത്രവുമല്ല, കുട്ടിത്തേവാങ്ക് എന്നാണ് വിമർശകനെ വൈലോപ്പിള്ളി വിശേഷിപ്പിച്ചത്. പക്ഷെ കവി എന്തു പറഞ്ഞാലും ശരി, വിമർശകൻ ആ ദൗത്യവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതൊക്കെ പറയാൻ വിമർശകൻ എന്താണ് അവകാശം? കഷ്ടപ്പെട്ട് ഒരാളൊരു കവിത എഴുതുന്നു, അതിൻ്റെ മേൽ കുതിര കയറി അതിനെ ന്യൂനീകരിക്കുന്നതല്ലേ വിമർശനം എന്ന ചോദ്യം ഉയർന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കലാകാരൻ അപൂർണമായതിനെ പൂർണ്ണമാക്കുകയാണ്. കലാകാരന് പൂർത്തീകരിക്കാൻ കഴിയാത്തതിനെ ചൂണ്ടിക്കാണിക്കലാണ് വിമർശനം. അതുകൊണ്ട് തന്നെ വിമർശന കല യഥാർത്ഥത്തിൽ ലോകത്തെ കൂടുതൽ കൂടുതൽ പരിഷ്കരിക്കുന്നതിന്, ജീവിക്കാൻ പറ്റുന്നതാക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. വിമർശനം പലതരത്തിലുണ്ട്. സൈദ്ധാന്തികമായി ഒരു സിദ്ധാന്തം ആദ്യം ഉണ്ടാക്കുന്നു, അതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു കൃതിയെ പരിശോധിക്കുന്നു. ഇന്നതാണ് നോവൽ, അതിൽ ഇന്ന ഇന്ന ഘടകങ്ങളൊക്കെ വേണം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു നോവലിനെ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ നോവൽ സിദ്ധാന്തത്തെ മുൻനിർത്തി ആ സാഹിത്യ ജനുസിന്റെ സ്വഭാവത്തെ മുൻനിർത്തി വിശദീകരിക്കലാണ്. ചരിത്രപരമായ നിരൂപണമുണ്ട്. ഒരു കൃതി ഉണ്ടായ സന്ദർഭത്തെ, അതിൻ്റെ സാഹചര്യത്തെ ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ആ കൃതിയുടെ കുറവും മേന്മയും വിശദീകരിക്കലാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരു വിമർശനം. സൗന്ദര്യാത്മകമായ പഠനങ്ങളുണ്ട്. എസ്തറ്റിക് സെൻസിൽ, സൗന്ദര്യ വശത്തിൽ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങളെ പറയുക, ഇത് വിമർശനത്തിൻ്റെ ഒരു മേഖലയാണ്. ഇങ്ങനെ പല അവാന്തര വിഭാഗങ്ങളുണ്ട്. എങ്കിലും സാഹിത്യ വിമർശനത്തിൻ്റെ പൊതുവായ സ്വഭാവം എഴുത്തിനെ അതിൻ്റെ സവിശേഷമായ അവസ്ഥയിൽ നിന്ന് സാമാന്യമായ മനുഷ്യാവസ്ഥയിലേക്ക് ഉയർത്തുക എന്നതാണ്. വിമർശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് യുക്തി വേണം എന്നതാണ്. ഒരു യുക്തി അയാൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. ഉദാഹരണമായി മഹാഭാരതം നമ്മൾ പല രൂപത്തിൽ വായിച്ചിട്ടുണ്ട്.
കുട്ടിക്കാലത്ത് പലരും പറഞ്ഞാണ് അതിലെ കഥകളൊക്കെ നാം കേട്ടിട്ടുള്ളത്. ആ കേട്ട കഥകളിലൊക്കെ കൗരവന്മാർ മോശക്കാരും പാണ്ഡവന്മാർ സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചവരുമാണ്. എന്നാൽ നിങ്ങൾ MAക്കോ BAക്കോ പഠിക്കുന്ന സമയത്ത് മാരാരുടെ ഭാരത പര്യടനം എന്ന് പറയുന്ന ഒരു കൃതി വായിക്കും. മാരാർ തൻ്റെതായ ഒരു യുക്തിയിൽ എന്താണ് ദുര്യോധനന്റെ ശ്രേഷ്ഠത, എന്താണ് കർണന്റെ മഹത്വം, എന്താണ് രണ്ടഭിവാദനങ്ങളുടെ വ്യത്യാസം, എന്താണ് അമ്പയുടെ മഹത്വം, ഇതൊക്കെ പറയുകയാണ്. യഥാർത്ഥത്തിൽ മഹാഭാരതത്തെ സൂക്ഷ്മമായി വായിച്ചാൽ മാരാർ പറയുന്ന ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ടാകാം. പക്ഷെ മാരാർക്ക് മാരാരുടേതായ ഒരു യുക്തിയുണ്ട് എന്ന കാര്യം നാം ഓർക്കുക. അതുകൊണ്ട് എല്ലാവർക്കും ആസ്വാദകനാകാൻ കഴിയും, സാമാന്യന് എല്ലാവർക്കും നിരൂപകരാകാൻ കഴിയും. എന്നാൽ വിമർശനം എന്ന് പറയുന്നത് ആളുകൾ അംഗീകരിക്കുന്ന ഒരു യുക്തിയിലേക്ക് കൂടി അഭിപ്രായത്തെ കയറ്റി നിർത്തലാണ് എന്ന കാര്യം ഓർക്കുക. ഏറ്റവും മൗലികമായ മറ്റൊരു കാര്യം, ഒരു സാഹിത്യകൃതിയെ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയെ വിമർശിക്കുന്ന സമയത്ത് അഗാധമായ ജ്ഞാനം വ്യത്യസ്തമായ മേഖലകളെക്കുറിച്ച് ഉണ്ടാകണം. നിരൂപകൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തന്നെ മുന്നിലുള്ള ഒരു രചനയെ അതേ പ്രകാരത്തിൽ വിലയിരുത്തിയാൽ മതി. പക്ഷെ വിമർശകന് ഒരു നോവലിനെ വിമർശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സാഹിത്യകൃതിയെ വിമർശിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതയെക്കുറിച്ച് ജ്ഞാനം വേണം, അതിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന സ്ഥല സന്ദർഭങ്ങളെക്കുറിച്ച് ഓർമ്മ വേണം. ഏതൊരു കൃതിക്കും 3 കാര്യങ്ങൾ: ഒരു ടെസ്റ്റ്, ഒരു കോൺടെസ്റ്റ്, ഒരു കോടെസ്റ്റ്, ഒരു പാഠം, ഒരു സഹപാഠം, ഒരു സന്ദർഭം എന്നീ 3 കാര്യങ്ങളുണ്ട് എന്നും അത് സാമൂഹ്യമായിരിക്കുന്ന ഭൗതിക ലോകത്തിൽ അധിഷ്ഠിതമാണ് എന്നുമുള്ള ധാരണ വേണം. വിമർശനത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു വസ്തുത അത് ഒരു വലിയ രൂപത്തിലുള്ള ശസ്ത്രക്രിയയാണ്. ഏതെങ്കിലും ചെറിയ ഒരു കൈത്തെറ്റ് പറ്റിപ്പോയാൽ സ്വാഭാവികമായിട്ടും ഞെട്ടറ്റു പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാം. യുക്തിഭദ്രമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിമർശനത്തിൻ്റെതായ ഒരു കാര്യത്തിൽ തിരിച്ച് കൃതിയിലേക്ക് തന്നെ പറന്നിറങ്ങാൻ കഴിയൂ എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് സാഹിത്യ വിമർശകന്മാർ തൻ്റെതായിട്ടുള്ള ഒരു നീതിബോധത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെയും വിചാരതലത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സാഹിത്യകൃതികളെ, കലാസൃഷ്ടിയെ സമീപിക്കുന്നത്. അതുകൊണ്ട് വിമർശനം കൃത്യമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മൗലികമായ ചില സന്ദർഭങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നാം കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ്. ഇത് സാഹിത്യ പഠനത്തിൻ്റെ രീതിയാണ് എന്ന് ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം അവർ MAക്കും BAക്കും ഒക്കെ പഠിക്കുന്ന സമയത്ത്, കുട്ടികളെ പഠിപ്പിക്കുന്നതിനാവശ്യമായ പരിശീലനം നേടുന്ന സമയത്തൊക്കെ ഇത്തരം സന്ദർഭങ്ങളെ അഭിമുഖീകരിച്ചവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമുക്കറിയാം. നിങ്ങൾ ക്ലാസ് മുറിക്കകത്ത് അധ്യാപക പരിശീലനം നേടുമ്പോൾ നിങ്ങളെ നിശിതമായി വിമർശിച്ച ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഗാന്ധാരി വിലാപം പഠിപ്പിച്ചത് ഏത് രീതിയിലാണ് ശരിയാകാതെ പോയത് എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ആ സന്ദർഭത്തിലെ ഒരു കളിതമാശയായി നിങ്ങൾ കണക്കാക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ഭാഷാധ്യാപകൻ എപ്പോഴും ഉള്ളിലൊരു വിമർശകനായി മാത്രമേ സഞ്ചരിക്കാവൂ. ആവർത്തിച്ചു പറയട്ടെ, അയാളൊരു സിനിക്കാവരുത്, ദോഷം മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്നയാളാകരുത്. പക്ഷെ എപ്പോഴും ഒരു വിമർശന ബുദ്ധി മനസ്സിൽ വേണം. ആ വിമർശന ബുദ്ധിയുടെ തെളിമ എന്താണ്? നിങ്ങളിൽ ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ കഴിയുക എന്നതാണ് ആ വിമർശന ബുദ്ധിയുടെ പ്രത്യേകത. നിങ്ങൾക്ക്
ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാനുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഈ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഉപസംഹരിക്കാം. എനിക്ക് തന്ന വിഷയം ആസ്വാദനം, നിരൂപണം, വിമർശനം, ഇതിൻ്റെ വ്യതിരിക്തത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദീകരിക്കുക എന്നതായിരുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, എല്ലാ മനുഷ്യരും ആസ്വാദകരാണ്. കലയെ കണ്ടെത്താനും അതിനാവശ്യമായ പഞ്ചേന്ദ്രിയ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പഞ്ചേന്ദ്രിയ ഗ്രഹിതമുള്ള ആളുകൾക്കൊക്കെ ആസ്വാദകനാകാൻ പ്രയാസമില്ല. ആസ്വാദകൻ ഏതെങ്കിലും തരത്തിൽ ആരെയും വലിയ രൂപത്തിലായി പ്രയാസപ്പെടുത്തുന്നുമില്ല. അയാൾ സ്വയം ആസ്വദിക്കുകയും പറ്റുമെങ്കിൽ അത് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം. നിരൂപകൻ യഥാർത്ഥത്തിൽ വായനക്കാരൻ്റെ ഒരു സഹായിയാണ്. ആ സഹായത്തെ പൂർണ്ണമായും നിങ്ങൾ സ്വീകരിക്കരുത്. അയാൾ ചൂണ്ടിക്കാണിക്കുന്ന വഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. പക്ഷെ കൺ തുറന്ന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഇതിനേക്കാൾ ശരിയായ മറ്റൊരു വഴിയുണ്ട് എങ്കിൽ ആ വഴിയിലൂടെ നിങ്ങൾക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ വിമർശകൻ നിരൂപകനെ പോലെയല്ല. നിരൂപകൻ ഒരു സുഹൃത്തിനെ പോലെ നിങ്ങളോടൊപ്പം സഞ്ചരിക്കും. നല്ല സുഹൃത്തും ഉണ്ടാകാം, ചീത്ത സുഹൃത്തും ഉണ്ടാകാം. അത് നാം മനസ്സിൽ വെച്ചാൽ മാത്രം മതി. വിമർശകൻ ഒരു ആചാര്യസ്ഥാനീയനായി നിങ്ങളോട് സംസാരിക്കും. പക്ഷെ ആചാര്യനാണ് എന്ന് കരുതി നിങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. ആചാര്യന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിമർശനം തന്നെ വളർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ എല്ലാ വിമർശന കൃതികളും സംവാദാത്മകമാണ്. ചോദിക്കുക, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് എപ്പോഴും അന്വേഷണത്തിൻ്റെ ഒരു മേഖല. അതുകൊണ്ട് വിമർശകൻ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്നു. അവൻ ചില സിദ്ധാന്തങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നു. എഴുത്തുകാരനെ, പൂർണാർത്ഥത്തിൽ കലാകാരനെ കൂടുതൽ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. തൻ്റെ ലോകത്തെ ചുറ്റും കാണുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു. ആ അർത്ഥത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നു. ഇതിന് മലയാള സാഹിത്യത്തിൽ നിന്ന് ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ പല സന്ദർഭങ്ങളിലായി പഠിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ്. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഒരു ചെറിയ സമയം നിങ്ങളോട് സംവദിക്കാം എന്ന് കൂടി കരുതി കുറിച്ചുള്ള എൻ്റെ ധാരണ ഞാൻ ഇവിടെ പറഞ്ഞു വെക്കും. ഈ വിഷയത്തിൽ നിങ്ങളിൽ നിന്ന് കൂടുതൽ അറിവ് എനിക്ക് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ആസ്വാദനം, വിമർശനം, നിരൂപണം എന്ന ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചു. നിരവധി ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ 3-4-6 ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലെല്ലാം കഴിഞ്ഞ പുസ്തക ദിനത്തിൽ ചിത്രഭാനു മാഷ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ പലരും ആവശ്യപ്പെട്ടതാണ് സാറിന്റെ ഒരു ക്ലാസ് കിട്ടുകാരൻ ഏറെ ഗുണപ്രദമായനെ. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ചർച്ചകൾ നടന്നു. എന്തായാലും അത് സാർത്ഥകമായി. അപ്പൊ നമ്മുടെ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ഈ സാർ അവതരിപ്പിച്ച ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. പേരെടുത്ത് വിളിക്കുന്നില്ല, ഓരോരുത്തർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ചോദിച്ചോട്ടെ? ചോദിച്ചോ ടീച്ചറെ. ശബ്ദം അല്പം കുറവാണ് കേട്ടോ. എന്റെ പേര് സുമാദേവി എന്നാണ്. ഞാൻ ബ്രഹ്മാനന്ദോദയത്തിലാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദി അധ്യാപികയാണ്. എനിക്ക് ഒരു സംശയമുള്ളത്, ഈ ഓൺലൈൻ പഠന കാലത്ത് നമ്മുടെ കുട്ടികളിലേക്ക് എങ്ങനെ ഈ ആസ്വാദനം കൃത്യമായി എത്തിക്കാം, അല്ലെങ്കിൽ കുട്ടിയെ എങ്ങനെ നമുക്ക് വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യാൻ സാധിക്കും എന്ന സാറിന്റെ ഒരു അനുഭവ സമ്പത്ത് ഷെയർ ചെയ്യാമോ? അതാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഒന്നിച്ച് മറുപടി പറഞ്ഞാൽ മതിയോ? വ്യക്തമായോ സാറേ ചോദ്യം? ചോദ്യം വ്യക്തമായി. ഒന്നിച്ച് മറുപടി പറഞ്ഞാൽ മതിയോ? അതായിരിക്കും നല്ലത്. സമയം
നഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഇനി അടുത്ത ആൾക്ക് ചോദിക്കാം കേട്ടോ. സാർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ആൾക്ക് ചോദിക്കാം. സർ, ഹലോ സർ. ഹലോ സർ, ഞാൻ പ്രഭയാണ്. KGMS UP സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. കേൾക്കാം, പറയൂ. ഹലോ സർ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഞാൻ സർ ഇപ്പൊ പറഞ്ഞു, വിമർശനാത്മകമായിട്ട് ഏതൊരു കൃതിയെയും നമുക്ക് സമീപിക്കാം. ഓക്കെ, ശരിയാണ്. നമുക്ക് ഭാരത പര്യടന എന്ന പുസ്തകം അല്ലെങ്കിൽ നിരൂപണങ്ങളെയും ധാരാളം സാഹിത്യകാരന്മാര് വിമർശനാത്മകരമായ രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. സർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ വിമർശനം എന്ന രീതിയിൽ കാണുമ്പോൾ അത് ഏത് കൃതിയാണോ വിമർശിക്കപ്പെടുന്നത് ആ കൃതി എഴുതിയ സാഹിത്യകാരന് അല്ലെങ്കിൽ എഴുത്തുകാരന് അത് മറ്റു കൃതികൾ എഴുതുന്നതിലേക്ക് ഒരു പടി കൂടി കുറച്ചുകൂടി ശ്രദ്ധിച്ച് അടുത്ത എഴുത്തിലേക്ക് കടക്കാം എന്നുള്ള ഒരു ഗുണം ഈ വിമർശനാത്മക രീതി അല്ലെങ്കിൽ വിമർശനത്തിൽ വരുന്നില്ലേ എന്നൊരു, അതായത് കൃതി എഴുതപ്പെടുന്ന ആള് സുകുമാർ അഴീക്കോട് സാറാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരാണെങ്കിലും തങ്ങളുടെ കൃതി വിമർശിക്കപ്പെടുമ്പോൾ ആ വിമർശനം അദ്ദേഹം ഉൾക്കൊള്ളുകയും ആ രീതിയിൽ അദ്ദേഹം അത് കാണുകയും ചെയ്യുമ്പോൾ തന്റെ അടുത്ത കൃതിക്ക് അതൊരു പ്രചോദനമാവുമോ എന്നാണ് എൻ്റെ ചോദ്യം. ശരി മാഷെ, ഒരു ചോദ്യം. വിമർശനം ഒരു മനുഷ്യന്റെ ജന്മാവകാശമാണ് എന്ന് വിമർശനത്തെക്കുറിച്ച് സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്. സാഹിത്യത്തിൽ വിമർശകൻ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഏറെ വാദിച്ച ഒരു നിരൂപകനായിരുന്നു അല്ലെങ്കിൽ ഒരു വിമർശകനായിരുന്നു അഴീക്കോട്. അപ്പം വിമർശനം സാഹിത്യത്തിന്റെ ഒരു ഘടകം എന്നതിനപ്പുറം സാമൂഹിക തലത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സാമൂഹിക തലത്തിൽ വിമർശനത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് അറിയാൻ താല്പര്യപ്പെടുന്നു. സാർ, അതുപോലെ ഒരു ബെറ്റർ ക്രിറ്റിസിസത്തെ പറ്റി ഒരു ചെറിയൊരു അവഗാഹം, സാറിന് നല്ല അവഗാഹം അതിനെ കുറിച്ചുണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു സാമാന്യ ധാരണ ഞങ്ങളിലേക്ക് ഒന്ന് പങ്കുവച്ചാൽ സൗകര്യമായിരുന്നു. മെറ്റാ ക്രിറ്റിസിസം. ഹലോ, പറയാമോ? എനിക്ക് കേൾക്കാം. ഓക്കെ സർ. ഒന്നുള്ളത് ആ റസ്പുട്ടിനെ കുറിച്ച് പറഞ്ഞാണ്. റസ്പുട്ടൻ കള്ളനായിരുന്നില്ല, ഒരു ഭയങ്കര കഴിവുള്ള പ്രീസ്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ അറിവിലുള്ളത്. സാറിനോട് 2 ചോദ്യങ്ങളാണുള്ളത്. ഇപ്പോ ആസ്വാദനം എന്ന് പറയുന്നത് ശരിക്ക് അത് ആസ്വാദനത്തിന് കേട്ടിട്ട് ഒരു ബുക്ക് വാങ്ങുന്നത് ശരിക്കൊരു പറ്റിക്കപ്പെടലല്ലേ? അഥവാ നല്ല കാര്യങ്ങൾ മാത്രമല്ലേ ആസ്വാദനത്തിൽ വരുന്നുള്ളൂ? രണ്ടാമത്തെ ചോദ്യം, മറ്റേ ക്രിറ്റിസിസവും വിമർശനവും നിരൂപണവും ഒന്ന് ഫ്രണ്ടിനെ പോലെയും ഒന്ന് അധ്യാപകനെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നമുക്ക് ആരെയാണ് ശരിക്കും വിശ്വസിക്കാൻ പറ്റുക? അതായത് നിരൂപണം വായിച്ചിട്ടൊരു ബുക്ക് വാങ്ങുമായിരിക്കോ, അത് വിമർശനം വായിച്ചിട്ടൊരു അതായത് പരിചയമില്ലാത്തൊരു ബുക്ക് വാങ്ങുമായിരിക്കോ നന്നാവുക? താങ്ക് യു. സാർ നമസ്കാരം, എൻ്റെ പേര് നിതീഷ് എന്നാണ്. സാർ, സുകുമാർ അഴീക്കോടിനെ പോലുള്ള വ്യക്തികള് വിമർശനം എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കുട്ടിക്കൃഷ്ണമാരാറ് നിഷ്പക്ഷ നിരൂപണം എന്നൊരു ലേഖനത്തിലൂടെ നിരൂപണം എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തില് KP അപ്പനെ പോലുള്ള ആൾക്കാർ, വി രാധാകൃഷ്ണനെ പോലുള്ള വ്യക്തികളൊക്കെ നവനിരൂപണം എന്ന വാക്കിനാണ് കൂടുതൽ പ്രസക്തി നൽകിയതായി കാണുന്നത്. അപ്പോൾ നിരൂപണം, വിമർശനം എന്നിവ രണ്ടായി കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പലപ്പോഴും ഒന്ന് തന്നെ ആയി തീർന്നത് കൊണ്ടാണോ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നിരൂപണം എന്ന വാക്കിന് കൂടുതൽ പ്രസക്തി കിട്ടുന്നത്? മാഷ, ഒരു ചോദ്യം കൂടെ. മലയാള സാഹിത്യ വിമർശനത്തിൽ ആസ്വാദനത്തിന്റെയും നിരൂപണത്തിന്റെയും വിമർശനത്തിന്റെയും ഇപ്പോൾ മാഷ് വിവരിച്ച തലങ്ങൾ കൃത്യമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ടോ? അത്തരം ഒരു ബോധ്യത്തോടെയാണോ, അല്ലെങ്കിൽ അത്തരം കൃത്യമായി വേർതിരിക്കപ്പെടാവുന്ന മേഖലകളിലാണോ നമ്മുടെ സാഹിത്യ വിമർശനങ്ങൾ നിലകൊണ്ടിട്ടുള്ളത്? കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറയാന്ന് കരുതുന്നു. അധ്യക്ഷ അനുവദിക്കോ? തീർച്ചയായിട്ടും സാറേ, സംശയങ്ങള്
കഴിഞ്ഞു തോന്നുന്നു എല്ലാവരും. സാർ സംസാരിച്ചു തുടങ്ങാം. ആദ്യത്തേത് ആസ്വാദനം എങ്ങനെയാണ്. ഇന്നത്തെ കുട്ടികളെ നേരിട്ട് കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ക്ലാസ് മുറികൾക്കകത്ത് ഒരു അധ്യാപകൻ പെരുമാറേണ്ടത് എന്നുള്ള ചോദ്യമാണ്. ക്ലാസ് മുറിക്കകത്താകട്ടെ പുറത്താകട്ടെ ഒരു നല്ല അധ്യാപകൻ ആസ്വാദകനായാൽ മാത്രമേ താൻ കരുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. നന്നായി മനസ്സിലായി കഴിഞ്ഞാൽ, താൻ ആസ്വദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറവുകളും ദോഷങ്ങളുമൊക്കെ ഈ പറഞ്ഞ പ്രകാരത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. പഠന സഹായികൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ജയകുമാർ സാറ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കവിത നിങ്ങൾ നന്നായി ചൊല്ലിക്കേൾപ്പിക്കുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ഒരാവേശം, അതിപ്പോൾ മാഷ് പറയണമായിരുന്നു കുട്ടികൾ കവിത കേൾക്കാറില്ല എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ഒരു കുട്ടിയെ പ്രചോദിപ്പിക്കുമാർ കവിത ചൊല്ലിക്കേൾപ്പിക്കാനുള്ള കഴിവ്, അത് ഇന്നത്തെ ഓഡിയോ നമുക്ക് നന്നായി ഉപയോഗിക്കാൻ കഴിയും, വീഡിയോ നന്നായി ഉപയോഗിക്കാൻ കഴിയും, മറ്റ് സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയും. ആ കവിത കുട്ടി എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നത് സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ രീതിശാസ്ത്രത്തെ, ആ കുട്ടിക്ക് ആ കവിതയിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോൽ നിങ്ങൾ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുട്ടി കവിതയിലേക്ക് കടക്കുന്നത്. മറ്റ് യാന്ത്രികമായി കുട്ടി കവിതയുടെ ചുറ്റും സഞ്ചരിക്കുന്നു. കവിതയിലേക്ക് കടക്കാൻ ഒരു പഴുതുണ്ട്. എല്ലാ കവിതയിലേക്കും എല്ലാ സാഹിത്യ കലാസൃഷ്ടിയിലേക്കും കടക്കാൻ ഒരു പഴുതുണ്ട്. ആ പഴുത് കാട്ടിക്കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ഒരധ്യാപകന്റെ കടമ എന്ന് പറയുന്നത്. അതിന് അധ്യാപകൻ നല്ല ആസ്വാദകനാകണം, അധ്യാപകൻ ആ രൂപത്തിലുള്ള കഴിവും ഉണ്ടാകണം. രണ്ടാമത്തെ മേഖല സാഹിത്യ നിരൂപണത്തെക്കുറിച്ച് ഉയർന്നു വന്ന ചില ചോദ്യങ്ങളാണ്. ഉദാഹരണമായി മലയാള സാഹിത്യ വിമർശനത്തെക്കുറിച്ച് സാമാന്യ ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ വികാസ പരിണാമത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഈ പറഞ്ഞ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സുകുമാർ അഴീക്കോട്, അതുപോലെ തന്നെ കുട്ടികൃഷ്ണമാരാർ, ഇവരുടെയൊക്കെ കൃതികളെ ഏതർത്ഥത്തിലാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. അഴീക്കോട് നല്ല ഒരു വിമർശകനായിരുന്നു. വിമർശകൻ എപ്പോഴും പൂച്ചെണ്ട് മാത്രം കിട്ടും എന്ന് പ്രതീക്ഷിച്ച ആളുമല്ല. വിമർശകനും വിമർശിക്കപ്പെടും. വിമർശകനോട് പലപ്പോഴും പല രൂപത്തിലുള്ള കലഹങ്ങളും ഉയർന്നു വരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു പോവുക എന്നതാണ് ഒരു വിമർശകന്റെ ദൗത്യം എന്ന തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. നമ്മൾ നേരത്തെ ഭാരത പര്യടനത്തെക്കുറിച്ച് പറഞ്ഞു. ഭാരത പര്യടനം രണ്ടാമതൊന്ന് വായിച്ചു നോക്കിയാൽ തനിക്ക് ആവശ്യമായ ചില കാര്യങ്ങളെ അതിൽ നിന്ന് ഉദ്ധരിച്ച് തൻ്റെ യുക്തി സമർത്ഥിക്കുകയാണ് കുട്ടികൃഷ്ണമാരാർ ചെയ്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൽ തെറ്റൊന്നുമില്ല. തനിക്കൊരു വാദമുണ്ട്, ആ വാദത്തെ സമർത്ഥിക്കുന്നതിനാവശ്യമായി മൂലകൃതിയിൽ നിന്ന് ആവശ്യമായതിനെ സ്വീകരിക്കും. പക്ഷെ എത്ര പെട്ടെന്നാണ് നമ്മളെ കൊണ്ട് ഈ രൂപത്തിൽ മഹാഭാരതം വായിക്കാൻ കഴിയും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി വിമർശകന്മാർ ചെയ്യുന്ന ഒരു കാര്യം വായനയ്ക്കുള്ള പുതിയ സാധ്യതകളെ തുറന്നു വയ്ക്കുക എന്നതാണ്. ഇപ്പൊ നമ്മൾ സാർവത്രികമായി ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് പുനർവായന എന്ന വാക്യം. പുനർവായന എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്നുകൂടി വായിച്ചു നോക്കാം എന്നതല്ല. ആ വായനയിലൂടെ ഒരു കൃതിയുടെ മറ്റൊരർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പുനർവായന എന്ന് പറയും. ഈ പുനർവായനയ്ക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് വിമർശകന് നിങ്ങളെ വീണ്ടും വീണ്ടും വായിപ്പിക്കാൻ അതിനുള്ള സാധ്യത തുറന്നു കാണിക്കാനുള്ള കഴിവുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വിമർശനവും നിരൂപണവും തമ്മിൽ വേർതിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഞാനൊരു പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിൻ്റെ തലക്കെട്ട് നിരൂപകന്റെ രാജ്യഭാരം എന്നതാണ്. താനാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നതിൽ നിന്ന് നിരൂപകൻ നിഷ്കാസിതനായിരിക്കുന്നു.
റെസ്പോൺസിബിൾ റീഡർ എന്നൊരു പുതിയ വാക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. വായനക്കാരൻ തന്നെ നല്ല നിരൂപകനാണ്, പിന്നെ വേറൊരാളുടെ സഹായം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിരൂപകനെ മുൻനിർത്തി വായിക്കേണ്ടതില്ല, എനിക്ക് തന്നെ കാര്യങ്ങളെ കണ്ടെത്താനുള്ള ശേഷിയുണ്ട് എന്ന ഒരു സ്ഥിതി വായനാ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ട് നിരൂപകന് കുറച്ചുകൂടി വലിയ ഭാരം ഉണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ട രൂപത്തിൽ വായിക്കാൻ കഴിയാതെ വരിക, ചില സഹായങ്ങൾ ആവശ്യമായി വരിക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ടിപ്പണി എഴുതുന്ന ആളുകളുണ്ട്. വള്ളത്തോളിൻ്റെയൊക്കെ എല്ലാ കൃതികൾ എടുത്തു നോക്കിയാലും അതിനെ വ്യാഖ്യാനിച്ച് ഓരോ ശ്ലോകത്തെയും വിശദീകരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ ആ കൃതികളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ കുഴപ്പം? ഈ നിരൂപകൻ പറയുന്ന അർത്ഥം മാത്രമാണ് ഒരു ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരീക്ഷയ്ക്കും അത് എഴുതി വച്ചാൽ മതി. എവിടെയെങ്കിലും നിങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോഴും ആ ശ്ലോകത്തിന് ഏതെങ്കിലും ഒരാൾ എഴുതി വെച്ച വ്യാഖ്യാനമുണ്ടെങ്കിൽ ആ വ്യാഖ്യാനമാണ് നമ്മുടെ മനസ്സിൽ വരിക. അന്നത്തെ കാലത്തിൽ നിന്ന് മാറി ഇന്ന് നമ്മൾ തന്നെ വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കയറി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് എഴുത്തുകാരനേക്കാൾ കൂടുതൽ വ്യാഖ്യാതാവിന് വഴി കണ്ടുപിടിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് അമിതമായ ഔദ്ധത്യം ഇന്ന് നിരൂപകനോ വിമർശകനോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ നിങ്ങൾക്ക് ചില വഴി തുറന്നു വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വഴി തുറന്നു വെക്കുമ്പോഴോ, ഇപ്പൊ കാളിയ മർദ്ദനം എന്ന് പറയുന്നത് ഭാഗവതത്തിലുള്ള ഒരു കഥയാണ്. ആ കഥ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലുണ്ട്. ആ കഥ തന്നെയാണ് പിന്നീട് നമുക്കറിയാം സുഗതകുമാരിയുടെ കവിതയായിട്ട് മാറുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ഒരേ വിഷയത്തെ തന്നെ എങ്ങനെ പ്രതിപാദിച്ചു, അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കണ്ടെത്തുക എന്നതാണ് നിരൂപക മനസ്സിൻ്റെ ദൗത്യം. അതിന് വേറൊരാൾ വേണം എന്നില്ല, നമ്മൾ തന്നെ നിരൂപകരാണ്. അതുകൊണ്ടാണ് KP അപ്പനും അതുപോലെ തന്നെ രാജകൃഷ്ണനുമൊക്കെ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവർ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന വായനക്കാരായി മാറും. ഒരു ഗുണം അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ മുദ്രിതമാകുന്നു എന്നുള്ളതാണ്. T. പത്മനാഭന്റെ ഗൗരി എന്ന കഥയുടെ ശീർഷകത്തെ പോലെ തന്നെയാണ് KP അപ്പൻ തൻ്റെ വിമർശന ലേഖനത്തിന് നൽകിയ ശീർഷകം എന്ന കാര്യം നമ്മുടെ മനസ്സിലുള്ള. അതുകൊണ്ട് തന്നെ നിരൂപകൻ വിമർശകൻ എന്നൊക്കെ പറയുന്നതിൽ വലിയ വ്യത്യാസമൊന്നും കണക്കാക്കേണ്ടതില്ല. സുഹൃത്താണോ ഗുരുനാഥനാണോ വലുത് എന്ന ചോദ്യം ഇന്ന് പ്രസക്തമല്ല. ഇന്ന് ഗുരുനാഥൻ തന്നെ ഒരു സഹായിയായി ഒപ്പം നിൽക്കുന്നയാളായിട്ട് മാറുന്നു എന്ന കാര്യം ഓർക്കുക. പക്ഷെ വിമർശകൻ അപ്പോഴും തൻ്റെതായ രാജ്യഭാരമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് അതിവിമർശനത്തെക്കുറിച്ചാണ്. മെറ്റാക്രിറ്റിസം, നമ്മൾ ഒരു നിരൂപണം ഉണ്ടാകുന്നു, ആ നിരൂപണത്തിൻ്റെ മേൽ മറ്റൊരു വിമർശനം ഉണ്ടാകുന്നു, ആ വിമർശനത്തിന് മറ്റൊരാൾ വേറൊരു സാധ്യത വെച്ച് പ്രയോജനപ്പെടുത്തുന്നു. ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് വിമർശന ലോകം എന്ന് പറയുന്നത്. വിമർശനത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അനവധി ടൂൾസ്, ഉപകരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കവിതയിലേക്കുള്ള പ്രവേശകം ഏത് എന്ന് കുട്ടിക്ക് കാട്ടിക്കൊടുത്താൽ മതി, കുട്ടിയിൽ കയറിപ്പോയിക്കോളും. ആ പ്രവേശന ദ്വാരം കണ്ടെത്തലാണ്, അല്ലെങ്കിൽ കണ്ടെത്താനുള്ള സഹായം നൽകലാണ് നമ്മുടെ ചുമതല. വിമർശകൻ യഥാർത്ഥത്തിൽ അതിനപ്പുറം അതിൻ്റെ പരിമിതികളെക്കുറിച്ചും മറ്റ് സാധ്യതകളെക്കുറിച്ചുമാണ് പരിശോധിക്കുക. അതിന് അയാൾ ഉപയോഗിക്കുന്ന ഉപകരണം പലതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈലോപ്പിള്ളിയെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതകൾക്കകത്ത് പലതരത്തിലുള്ള മനോവൈകല്യങ്ങളെ കാണുന്നു എന്ന് കൃത്യമായി വിജയമാഷ് അടയാളപ്പെടുത്താം. കവിയോടുള്ള ബഹുമാനം പൂർണ്ണമായി നിലനിർത്തി ആ കവിയുടെ എല്ലാ കൃതികളെയും നന്നായി പഠിച്ച് മനഃശാസ്ത്ര വിമർശനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച്
വിജയൻ മാഷൊരു കാര്യം പറഞ്ഞു വെക്കുന്നു. അതിനപ്പുറമുള്ള ആ ലേഖനങ്ങളുടെ ഗുണവും ദോഷവും മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ വിമർശനത്തെക്കുറിച്ചുള്ള വിമർശനം, ഇതെല്ലാം കൂടിച്ചേർന്ന് സാഹിത്യ പഠനം സോത്സാഹം മുന്നോട്ട് നീങ്ങുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് വിമർശനം അവസാനത്തെ വാക്കാണ്. ഇനി ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്ന ചിന്ത ഉണ്ടാകരുത്. മലയാള സാഹിത്യ വിമർശനത്തിന് 2 ധാരകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മലയാള ഗദ്യത്തിന്റെ വളർച്ചയും മലയാള വിമർശനത്തിന്റെ വളർച്ചയും ഏതാണ്ട് സമാന്തരമായിട്ടാണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഒരാളെയും വേദനിപ്പിക്കാതെ വിമർശനം നടത്തണം എന്ന് വിചാരിച്ച ഒരാളാണ്. മണ്ഡല വിമർശനം. വേറെ ചില ആളുകൾ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ മാത്രമേ എഴുത്തുകാരൻ ഉലയിലൂതിയ പൊന്നുമാതിരിയാവുകയുള്ളൂ എന്ന് കരുതി അങ്ങേയറ്റം വിമർശനത്തിന്, ഖണ്ഡന വിമർശനത്തിന് പ്രാധാന്യം നൽകിയ ആളുകളാണ്. സാഹിത്യ വിമർശനത്തിന് 2 ധാരകളും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. മറ്റൊരു തെറ്റിദ്ധാരണ ഞാൻ റസ്പുട്ടിനെ പറ്റി പറഞ്ഞ കാര്യത്തിൽ, നിങ്ങളെല്ലാവരും അയാളുടെ ജീവചരിത്രം കിട്ടും, വേഗം നെറ്റിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. റസ്പുട്ടിൻ എന്ന് പറയുന്നത് ഒരു പാതിരിയായിട്ട് പോയിട്ട് കന്യാസ്ത്രീ മഠത്തിൽ ജീവിച്ച ഒരാളാണ്. അനവധി തട്ടിപ്പുകൾ ആ രൂപത്തിൽ നടത്തിയ ഒരാളുമാണ്. തെറ്റിദ്ധരിക്കരുത്. സോവിയറ്റ് നാടോടി കഥകളിലുള്ള അല്ലെങ്കിൽ സോവിയറ്റ് കഥകളിലുള്ള പിന്നെ വളർന്ന് വികസിക്കുന്ന റസ്പുട്ടിൻ്റെ കഥ ഈ പറഞ്ഞ രൂപത്തിൽ വളർന്ന് വികസിക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാനല്ല, ആ നൃത്തം കാണുമ്പോൾ ഈ പശ്ചാത്തലമൊന്നും ഇല്ലെങ്കിൽ പോലും ആ നൃത്തം നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. മറ്റൊന്ന് സാമൂഹ്യപരതയോട് കൂടിയിട്ടുള്ള വിമർശനം എന്നതാണ്. ഒരു സാമൂഹ്യ സന്ദർഭത്തെ മുൻനിർത്തി ഒരു കൃതിയെ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ലളിതമാകണം എന്ന് നമ്മൾ ആദ്യമേ വാശി പിടിക്കരുത്. വായന വിശ്രമവേളയിലെ ഒരു വിനോദ പ്രവർത്തനമാണ് എന്ന് കരുതരുത്. ഉദാഹരണമായിട്ട് ആനന്ദിന്റെ ആൾക്കൂട്ടം 1 or 2 അധ്യായം വായിച്ച് മടക്കി വെച്ച ആളുകൾ ഉണ്ടാവും. അങ്ങനെ മടക്കി വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ഈ നോവൽ എന്നോട് സംസാരിക്കുന്നില്ല, എനിക്കിതിൽ പിന്തുടരാൻ കഴിയുന്നില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മടക്കി വെച്ചേക്കാം. പക്ഷെ അത് എഴുത്തുകാരൻ്റെ പരാജയമല്ല, ആ വായനയുടെ വിധാനത്തിലേക്ക് ഉയരാനുള്ള നിങ്ങളുടെ പരിമിതിയാണ്. ആൾക്കൂട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അത് എഴുതിയ ചരിത്ര സന്ദർഭത്തെ തിരിച്ചറിയാനും എങ്ങനെയാണ് ബോംബെ എന്ന് പറയുന്ന ഒരു നഗരം, ഇന്നത്തെ മുംബൈ, രൂപപ്പെട്ടത്, അതിൽ എങ്ങനെയാണ് ആളുകൾ വന്ന് അടിഞ്ഞുകൂടിയത് എന്ന് മനസ്സിലാക്കാനുമൊക്കെ ചരിത്രബോധത്തോടു കൂടിയേ ഒരു നോവലിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്ന്. അപ്പൊ വിമർശകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. വിമർശകൻ നിങ്ങളെ ഈ ചരിത്രബോധത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിന് അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. അനുശീലനം എന്ന ഒരു വാക്ക് നിങ്ങളെ കൂടുതൽ ശീലിപ്പിച്ച് ഒരു കൃതിയിലേക്ക് എത്തിക്കുക എന്നതാണ് വിമർശകന്റെ ദൗത്യം. കുട്ടികൃഷ്ണമാരാരുടെ ഒരു പ്രയോഗത്തെയാണ് നമ്മൾ കണ്ടത്. നിരൂപകൻ നിഷ്പക്ഷനായിരിക്കണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിരൂപകൻ പക്ഷപാതിയാകണം. ഒരു കൃതിക്കകത്ത് എന്തൊക്കെ രൂപത്തിലുള്ള മനുഷ്യനെ കുറിച്ച് പറയുന്നു, മനുഷ്യനെ എങ്ങനെ ചിത്രീകരിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിയായിരിക്കണം വിമർശനം. അതുകൊണ്ട് വിമർശകൻ എപ്പോഴും ഒരു പക്ഷം വേണം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. കുട്ടികൃഷ്ണമാരാരുടെ വളരെ പ്രസിദ്ധമായ ആ ലേഖനം സൗന്ദര്യ നിരീക്ഷണം എന്ന് പറയുന്ന കൃതിക്കകത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു, നിരൂപകന് പക്ഷം വേണം, അത് സൗന്ദര്യപക്ഷമാകണം എന്നുള്ളതാണ്. നല്ലൊരു ലേഖനമാണ്. മാരാർക്ക് പക്ഷപാതം ഉണ്ടായിരുന്നു, മാരാർ സൗന്ദര്യപക്ഷത്ത് നിന്ന് വിമർശകൻ ആയിരുന്നു. ഉയർന്നു വന്ന ചില ആശയങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായ രൂപത്തിൽ സ്വയം ആലോചിച്ച് കണ്ടെത്താവുന്ന കാര്യങ്ങളുള്ളൂ എന്നാണ് കരുതുന്നത്. ഏതായാലും
പറഞ്ഞു സാർ, അവസാനിപ്പിച്ചോ. അപ്പൊ എന്നെ ഇത്രയും സഹിക്കാൻ തയ്യാറായതിൽ സമയക്കുറവ് നമുക്ക് നല്ല ഉണ്ടായിരുന്നു. എങ്കിലും ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവരോടും എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങളിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ പലതും കഴിഞ്ഞു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കൂട്ടായ്മയിൽ പങ്കാളിയായപ്പോൾ കൂടുതൽ അറിവ് എനിക്ക് കൂടി കിട്ടി എന്നുള്ളതാണ് വാസ്തവം. ഇതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, താങ്ക് യു സാറേ. നമ്മുടെ ഈ ഒരു ചർച്ചയിലെ കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച തുടരും. സാറ് നമ്മോടൊപ്പം പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ സംവദിക്കുന്ന ഒരു പ്രതീക്ഷ ബാക്കിയുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സാറിന്റെ ഒരു ഇന്നത്തെ ഒരു പ്രഭാഷണത്തിലൂടെ കൃത്യമായ ഒരു ധാരണ, എനിക്ക് തോന്നുന്നു സാഹിത്യ വിമർശനം, നിരൂപണം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ധാരാളം അറിവുകൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ലഭിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ വിമർശനാത്മക അതൊരു വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നത് ആളുകൾ അംഗീകരിക്കുന്ന തലത്തിലാവണം എന്നുള്ള സാറിന്റെ ഒരു വാക്കുകൾ, അതേപോലെ അതിന് അറിവുണ്ടാവണം എന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ സാറിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരിയും അധ്യാപികയുമായ തസ്മിൻ ഷിഹാബ് ടീച്ചറെ ക്ഷണിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ സാർ, പറഞ്ഞോളൂ സാറേ. വില്യം ഹെൻറി ഹഡ്സൺ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരാളുടെ സാഹിത്യ പഠനത്തിനൊരു ആമുഖം എന്ന പുസ്തകമുണ്ട്. SK വസന്തൻ മാഷ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എപ്പോഴും അത് കൈവശം വെക്കുന്നതും വായിക്കുന്നതും ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് സഹായകമായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കാം. നന്ദി. പ്രിയപ്പെട്ടവരെ, ടീച്ചേഴ്സ് ക്ലബ് കോലഞ്ചേരി സംഘടിപ്പിച്ച അധ്യാപക സാഹിത്യ ശില്പശാലയുടെ 1-ാം ദിവസം ഇന്ന് കടന്നു പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മികച്ച ഒരു MA ക്ലാസ്സിലിരുന്ന പ്രതീതിയാണ് ഇന്നിവിടെ കിട്ടിയത്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ആസ്വാദനം, നിരൂപണം, വിമർശനം എന്നുള്ളത്. ഇതേക്കുറിച്ച് അധ്യാപകർക്കിടയിൽ ഒരു തെളിച്ചമുണ്ടായിട്ടുണ്ട് ഈ ക്ലാസ് കൊണ്ട് എന്ന് ഉറപ്പുണ്ട്. കലകൾ, വായന, ഇതൊക്കെ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ അനുഭവ ആസ്വാദന തലങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും ആസ്വാദനത്തിനൊപ്പം തന്നെ അതിന്റെ നിരൂപണ വിമർശന സാധ്യതകൾ കൂടി വായന മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നും നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. എന്നാൽ ഈ 3 സാഹിത്യ വ്യവഹാര മേഖലകൾ ഏതേത് തലങ്ങളിൽ ചേർന്ന് നിൽക്കുന്നു എന്നും വേറിട്ട് നിൽക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ശരിക്കു പറഞ്ഞാൽ വളരെ മികച്ച ഒരു ക്ലാസ് നമുക്ക് തന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ചിത്രഭാനു മാഷെ കുറിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയായ വ്യക്തിത്വമായ ചെറുകാടിന്റെ മകനാണ് നമ്മുടെ CP ചിത്രഭാനു മാഷ്. അത് നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇത്രയും നല്ലൊരു ക്ലാസ് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച സാറിന്, ചിത്രഭാനു മാഷിന് ഞങ്ങളുടെ കോലഞ്ചേരി ടീച്ചേഴ്സ് ക്ലബിന്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ഇന്ന് നമുക്ക് തോന്നുന്നു നമ്മൾ ഇത്രയേറെ സമയം 2 മണിക്കൂർ അതിലേറെ പിന്നിട്ടു. അപ്പൊ നമുക്ക് ഏറെ പ്രയോജനം ചെയ്ത ഒരുപാട് ക്ലാസ്സുകൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് അറിവുകൾ, നമ്മുടെ ചിന്തകളൊക്കെ ഒരുപാട് വലുതാകുവാൻ സാധിച്ചു. നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായി കഥകളുടെ ലോകം, ഈ ബാനർജി കേരള യൂണിവേഴ്സിറ്റിയിലെ, തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹമാണ് നമ്മോട് നാളെ സംബന്ധിക്കുന്നത്. എല്ലാവരും തന്നെ വളരെ സജീവമായിട്ടുണ്ടാവണമെന്ന് അറിയിക്കുന്നു. ഈ ബാനർജി സാറിന്റെ കഥകളുടെ ലോകം എന്നൊരു വളരെ വിശാലമായ ഒരു ക്ലാസ് ആണ് നാളെ. ഒരു ക്ലാസ്, ഒരു സെഷൻ മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ സമയം ആണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇന്ന് പങ്കെടുത്ത പോലെ തന്നെ വളരെ സജീവമായിട്ട് ചർച്ചകളിലും നമ്മുടെ ഈ ക്ലാസ്സുകളിലും പങ്കെടുത്ത് നമ്മുടെ പരിപാടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു. പൗലോ സാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അല്ലെ, ചിത്രഭാനു മാഷിന്റെ ഒരു കുറിപ്പ് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിക്കാനായിരുന്നു ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടെ. കിട്ടുമോ മാഷേ? ചിത്രഭാനു മാഷ് പോയി തോന്നുന്നു.